What's up guys, it's me Abo and Mummy Surya. ഹലോ, ഞങ്ങൾ നടക്കാൻ പോകുന്ന വഴിക്ക് കണ്ട പൂക്കൾ കാണേ, നല്ല ഭംഗി. വെള്ളയും ഇത് ഈ പൂവിൻ്റെ പേരെന്താ ഇതിലെ? What is the name? I don't know. ഓക്കെ, കമൻറ്റ് ചെയ്യുക, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പൂവിൻ്റെ പേര് വീട്ടിലും ഉണ്ടല്ലേ, ഇവിടെ നിറച്ചുണ്ട് ഇങ്ങനത്തെ പൂക്കൾ തന്നെ. ഇവിടെയൊക്കെ നല്ല ഭംഗി. അപ്പം ഇന്നത്തെ നമ്മുടെ കഥ എവിടെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ചൈൽഡ്ഹുഡ് അല്ലേ. അപ്പം ചൈൽഡ്ഹുഡ് ആയിരുന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ എവിടെ പോയാലും പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളായിരുന്നു പാരൻസിനോട്. ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ റൈറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് പോകത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. പണിഷ്മെൻറ്റ് 1 മണിക്കൂർ വെളിയിൽ നിൽക്കണം, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല എത്ര വിശന്നാലും. ഓക്കെ, അല്ലെങ്കിൽ കുഞ്ഞ് അടിയും തരും. ഓക്കെ, മമ്മീനെയൊക്കെ ഒരു 10 വയസ്സ് വരെ ചാച്ചായി അടിച്ചുള്ളൂ. ചാച്ചായി പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വയസ്സ് വരെ ഞാൻ അടിക്കും, അത് കഴിഞ്ഞിട്ട് അടിക്കത്തില്ല. 10 വയസ്സ് വരെ ആകുമ്പോൾ ഒരു കുഞ്ഞിനെ അറിയാം എന്തൊക്കെ ചെയ്യണം, ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാണ് പാരൻസ് അന്നത്തെ കാലത്ത് വളർത്തുന്നത്. അപ്പോൾ 10 വയസ്സ് വരെ അടി ചെയ്ത് പിന്നെ എനിക്കൊരു അടിയും കൂടി കിട്ടിയിട്ടുണ്ട്. 17 വയസ്സിലൊരു കുഞ്ഞടിയല്ല, നല്ലൊരടി. നല്ലൊരടി കിട്ടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? കോളേജ് ഡേ ആയിരുന്നേ, കോളേജ് ഡേ, ഗ്രേഡ് 12. അതിന് അവിടെ പറയുന്ന കോളേജിലാണ് ഞങ്ങൾ പഠിക്കുന്നത് ആ കാലഘട്ടത്തിൽ. ഗ്രേഡ് 12 അല്ലായിരുന്നു പറയുന്നത്, കോളേജ്. അപ്പം കോളേജ് ഡേ, ലാസ്റ്റ് ഡേ ഉണ്ടല്ലോ, അതിന് പറയാൻ വിട്ടുപോയി ചാച്ചായോട് പറയാൻ വിട്ടുപോയി, ലേറ്റായി വരുമെന്ന്. I came very late, you know. Chacha was very upset because I didn't take a permission from him, right? He said, this is the last warning and the last beat for you. I was turning 17. Okay. അങ്ങനെയാണ്. അതൊക്കെ ഒരു പാഠമാണ്. പാഠം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, നല്ല മെമ്മറികളാണ് പാരൻസിനോടുള്ള. ഇന്ന് എനിക്കതൊക്കെ ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. എന്തുകൊണ്ട്? അന്ന് അവർ നല്ലതിന് വേണ്ടിയാണ്. ഏത് പാരൻസും നമ്മളോട്, പാരൻസിനാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും ലോകത്തിൽ സ്നേഹിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെന്തോ ചെയ്യുന്നത്? അവർ നല്ലതല്ലേ പറഞ്ഞു തരുള്ളൂ. പാരൻസ് കുട്ടികളോട് നല്ലതേ പറഞ്ഞു തരുള്ളൂ അല്ലേ. അപ്പോൾ ചാച്ചായൊക്കെ അന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ തോന്നുമായിരുന്നു, എന്നാലും എന്നെ അടിച്ചല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ നല്ലതിനായിരുന്നു. ഇച്ചിരിയൊക്കെ അടിയൊക്കെ